ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കള്ളപ്രവാചകത്വം വാദിക്കുന്ന ആൾ അല്ലെങ്കിൽ അള്ളാഹുൽ കറ്റുകെട്ടിക്കൊണ്ട് താൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അള്ളാഹു നിലനിർത്തുകയില്ല, വിജയിപ്പിക്കുകയില്ല, മറിച്ച് ജീവനാടി അറുത്തു കളയും എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആയത്തുകളും നമുക്ക് കാണാം. ഉദാഹരണത്തിന് 10 സൂറത്തിൽ 18 വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ. അള്ളാഹുവിൻ്റെ മേൽ കറ്റുകെട്ടി പറയുകയും അവൻ്റെ വചനങ്ങളെ കള്ളമാക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരാണ്? നിശ്ചയമായും കുറ്റവാളികൾ വിജയിക്കുകയില്ല എന്ന്. ഇതോടനുബന്ധിച്ചാണ് മറ്റൊരായത്തിൽ അള്ളാഹു വ്യക്തമായി ജീവനാടി അറുത്തു കളയുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇതാണല്ലോ നമ്മുടെ വിഷയം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, തൻസീലും മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദനാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. ഈ ആയത്തിൽ പറയുന്നത്, അതിൻ്റെ അർത്ഥം, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നിറങ്ങിയതാണ് ഈ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. ഇദ്ദേഹം, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ഖൗലുകൾ, വാചകങ്ങൾ നമ്മുടെ പേരിൽ, അതായത് അള്ളാഹു പറയാൻ അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുകയാണെങ്കിൽ നാം വലതുകൈ കൊണ്ട് ഇദ്ദേഹത്തെ പിടികൂടുകയും പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ജീവനാടി അറുത്തു കളയുകയും ചെയ്യുന്നതാകുന്നുവെന്ന്. വലതുകൈ കൊണ്ട് പിടികൂടുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ശക്തിയോടുകൂടി പിടിക്കാനാണ്. മുഫസ്സിർമാരും അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ജീവനാടി അറുത്തു കളയുന്നതായിരിക്കും, നിങ്ങളിൽ ആർക്കും തന്നെ അവനെ അകറ്റിക്കളയാൻ, അത് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഈ ആയത്തിൽ വ്യക്തമായി പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ഇത് അള്ളാഹുവാണ് പറയുന്നത്, വിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്. ഒരാളെയും ഇങ്ങനെ വാദിക്കുന്ന ഒരു വ്യക്തിയെ ജീവിക്കാൻ വിടില്ല, മറിച്ച് കൊന്നുകളയും എന്ന് അള്ളാഹു ഒരു മാനദണ്ഡമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഇന്നാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മുമ്പ് ഇന്നാൾ ജീവിച്ചിരുന്നു, ഇവരെ കള്ളവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കള്ളവാദിയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വളരെ തെറ്റാണെന്ന് പറയുന്നത് ഒരു നഊദുബില്ല. അള്ളാഹു വെച്ച മാനദണ്ഡത്തെ നമ്മൾ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് സംഭവിക്കില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും തന്നെ തെറ്റായി പോവില്ല, നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം ആദ്യം. ഇനി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനു മുമ്പായിട്ട് ഈ പറഞ്ഞ കാര്യത്തെ ഒരു തെളിവായിട്ട് ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടെ നോക്കണം. വ്യാഖ്യാതാക്കളൊക്കെ എന്താണ് പറയുന്നത് എന്ന്. തഫ്സീർ തബരി, അതിൽ ഈ ആയത്ത് തഫ്സീറിൽ പറയുന്നുണ്ട്, അബൂ ജാഫർ തബരി പറയാണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മേൽ കറ്റുകെട്ടി പറയുകയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ ജീവനാടി അറുത്തുകളയുകയും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അള്ളാഹു അദ്ദേഹത്തിന് ഉടൻ ശിക്ഷ നൽകുകയും, ഉടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വൈകാതെ ശിക്ഷ നൽകുകയും പിന്നെ അങ്ങനെ തുടർന്നു പോകാനുള്ള ഒരു അവസരം നൽകാതിരിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, തഫ്സീൽ അറബി പദം ഇങ്ങനെയാണ്, വലൗ തഖവ്വല മുഹമ്മദുൻ ബഅദൽ അഖാവീലിൽ ബാത്തില വഖ്തലഖ കദിബൻ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ യഖൂലു ലഅഖദ്നാ മിൻഹു ബിൽ ഖുവ്വത്തി മിന്നാ വൽ ഖുദ്റ. വലത് കൈ കൊണ്ട് പിടിക്കും എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തിയോടുകൂടി പിടിക്കും. ثم لقطعنا منه نياط القلب وإنما يعني بذلك أنه كان يعاجله بالعقوبة ولا يؤخره بها. എന്ന് വെച്ചാൽ അള്ളാഹു അദ്ദേഹത്തിന് ഉടൻ ശിക്ഷ നൽകുകയും ഇട നൽകാതിരിക്കുകയും ചെയ്യും എന്ന്. അതുപോലെ തന്നെ മറ്റു മുഫസ്സിർമാരും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരൊക്കെ രാജദൂതന്മാരായിട്ട് രാജാവിൻ്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവരെ ഉടൻ ശിക്ഷിക്കാറുണ്ട്, കൊന്നുകളയാറുണ്ട്. അതുപോലെ അള്ളാഹു ഇവിടെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് ലോകത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരെ മുൻപും ഈ തെളിവ് വെച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ക്രിസ്ത്യാനികളുമായിട്ട് വാദപ്രതിവാദം നടക്കുമ്പോൾ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സാദുൽ മആദിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറയാണ്, ഓഹോ മുസ്തമിറുൻ ഫിൽ ഇഫ്തിറാഹി അലൈഹി സലാസത്തൻ വ 20 സന ഓഹോ മഅ ദാലിക യുഅയ്യിദുഹു. അതായത് പ്രവാചകവാദികൾ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരിൽ ആർക്കെങ്കിലും വിജയം
ലഭിക്കുകയോ ദീർഘകാലം ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടോ ഇല്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചതിന് ശേഷം പറയാണ്, അവർ നശിക്കപ്പെടുകയാണ് ഉണ്ടായത്. ലോകമുണ്ടായത് മുതൽ അവസാനിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ നിയമമാണിത് എന്ന്. അപ്പോൾ ഇതൊരു നിയമമായിട്ടാണ് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ 23 വർഷം എവിടുന്ന് കിട്ടി? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹ് കള്ളവാദി ആയിരുന്നെങ്കിൽ ഇത്രയും കാലം ജീവിക്കാൻ വിടില്ലായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി ജീവിച്ച ജീവിതകാലത്തെ മുസ്ലിം പണ്ഡിതന്മാർ മാനദണ്ഡമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിമിനെ പോലുള്ളവർ 23 വർഷം. അതുപോലെ തന്നെ മറ്റുള്ള പിൽക്കാലത്ത് വന്ന മുഫസ്സിർമാരും സനാഉല്ലാഹ് മിർസറി, പിന്നെ അതുപോലെ വേറെ പലരും ഒക്കെ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 23 വർഷത്തോളം റസൂൽ തിരുമേനി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം വേറൊരു കള്ളവാദി കൊടുക്കില്ല എന്നാണ്. ഇനി ഇത് വിശുദ്ധ ഖുർആൻ മാത്രം പറയുന്നതല്ല, ബൈബിളിലും അതുപോലെ കാണാൻ സാധിക്കും. ബൈബിളിൽ പറയാണ്, തസ്നിയ എന്ന് പറയും, അത് പിന്നെ ആവർത്തനം, മലയാളത്തിൽ ആവർത്തനം എന്ന് പറയും. അമ്മൻ നബി അല്ലദി യത്ഗാ ഫയതകല്ലമു ബിസ്മി കലാമൻ ലം ഊസിഹി അൻ യതകല്ലമ ബിഹി അവല്ലദി യതകല്ലം ബിസ്മി ആലിഹത്തിൻ ഉഖ്റ ഫയമൂതു ദാലിക നബി. ഇത് അറബിയിലാണ്, അത് മലയാളത്തിൽ, അതിൻ്റെ യഥാർത്ഥ അറബി മലയാളമല്ല, ബൈബിളിലുള്ളതാണ്, ഹീബ്രു ഭാഷയിലാണ്. അതിൻ്റെ അർത്ഥം, ആ വ്യക്തി എൻ്റെ പേരിൽ ഉച്ചരിക്കുന്ന എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാത്തവനോട് ഞാൻ കണക്ക് ചോദിക്കും. എന്നിട്ട് പറയാണ്, എൻ്റെ നാമത്തിൽ സംസാരിക്കാൻ ഞാൻ ആജ്ഞാപിച്ചിട്ടില്ലാത്ത ഏതു വാക്കെങ്കിലും സംസാരിക്കാൻ മുതിരുകയോ മറ്റ് ദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരിക്കും. ബൈബിൾ. അപ്പോൾ ഇത് ഖുർആൻ വരുന്നതിന് മുമ്പും ഈ പാഠമുണ്ട്. ഇതൊരു പൊതു തത്വമാണ്. അപ്പോൾ ഈ തത്വത്തെയാണ് നമ്മൾ ഇല്ല എന്ന് പറയുന്നത്. ഇന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇന്ന കള്ളവാദി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധ ഖുർആനും അള്ളാഹുക്ക് എതിരാണ് പറയുന്നത് എന്ന്. ഇനി മുസ്ലിം ലോകം ഇതിനൊരു അഖീദയായിട്ട് എടുത്തിട്ടുണ്ട് ഈ കാര്യത്തെ. ഷറഹുൽ അഖായിദ് നസഫീർ പറയാണ്, അതിൻ്റെ അറബി ഭാഗം പറയുകയാണെങ്കിൽ, ഫൈനൽ ആഖില യജ്സിം ബിഇംതിനാഇ ഇജ്തിമാഇ ഹാദിഹിൽ ഉമൂർ ഫി ഗൈറിൽ അംബിയ വൻ യജ്മഅ അല്ലാഹു തആല ഹാദിഹിൽ കമാലാത്തി ഫി ഹഖ്ഖി മൻ യഅലം അന്നഹു യഫ്തരി അലൈഹി ثم يمهله 23 سنة. شرح العقائد النصفية صفحة 304 304. അപ്പോൾ അതിൽ പറയുന്നത്, ഈ സംഗതികൾ, ഈ അടയാളങ്ങളൊക്കെ നബി അല്ലാത്ത ഒരാളിൽ സമ്മേളിക്കുകയില്ലെന്നും അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്ന ആൾക്ക് ഈ ഉത്കൃഷ്ടതകൾ കൊടുക്കുകയില്ലെന്നും അയാൾക്ക് 23 കൊല്ലക്കാലത്തെ ജീവിതം ലഭിക്കുകയും ഇല്ലെന്നും ബുദ്ധി തീർത്ത് പറയുന്നു. ഷർഹ് അഖായിദ് നസ്ഫി. എന്നിട്ട് അതിൻ്റെ വിശദീകരണം പറഞ്ഞ് ബ്രാസിൽ പറയാണ് അല്ലാമ അബ്ദുൽ അസീസ്, ചില വ്യാജവാദികൾ നുബുവത്വാദം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുസൈലിമ, അസ്വദ് ആൻസി, സജ്ജാ മുതലായവർ. അവരിൽ ചിലർ വധിക്കപ്പെട്ടു, ചിലർ തൗബ ചെയ്ത് മടങ്ങി. ചുരുക്കി പറഞ്ഞാൽ കള്ളൻ നുബുവത്വാദിയുടെ കാര്യം അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. നിബ്രാസ് അതിൽ പിന്നെ 444 പേജിൽ. ബാക്കി അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വെക്കുന്ന ഒരു മാനദണ്ഡമാണ്, അള്ളാഹ് മുന്നോട്ട് വെച്ചതാണിത്, ഈ തെളിവ്. വ്യാജവാദിയാണെങ്കിൽ അള്ളാഹു ആ വ്യക്തിയെ കൊന്നു കളയും, നശിപ്പിച്ച് കളയും എന്നുള്ള വാദം. ഇനി അത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ഇത് റസൂൽ തിരുമേനിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണല്ലോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട്. അങ്ങനെയല്ല. ഒരു നിയമം, ഈ നിയമങ്ങളൊക്കെ പഠിച്ചവർക്ക് ആൾക്കും അറിയാം. ഇപ്പോൾ ദലീലും മദ്ലൂലും തമ്മിൽ ലുസൂം വേണം, തഖല്ലഫുൽ മദ്ലൂലി അദ ദലീൽ എന്നൊക്കെ പറഞ്ഞ് ഇൽമുൽ മുനാദറൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ പറ്റില്ല. ശരിക്കും അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തത്വം ഉണ്ടല്ലോ. ഇപ്പോൾ സയ്യിദ് എന്നാൽ ഹയവാനുൻ നാത്തിഖ്, സംസാരിക്കാൻ കഴിയുന്ന മൃഗമായതിനാൽ മനുഷ്യൻ എന്നറിയപ്പെടുമ്പോൾ, ബക്കറും സംസാരിക്കുന്ന ഒരു മൃഗമായതിനാൽ ഹയവാനുൻ നാത്തിഖ് ആയതിനാൽ മനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇത് നിയമത്തിൻ്റെ തെളിവുകൾ കൊണ്ടുണ്ടാക്കുന്ന നിയമമാണ്, ദലീലും മദ്ലൂലും വെച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരാണോ വാദിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു വാദം പുറപ്പെടുവിക്കുന്നത്, എന്നിട്ട് റസൂൽ തിരുമേനി ജീവിച്ചത്ര കാലം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ ആ ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ആ ഒരു തെളിവ് ഹദരത്ത് അഹ്മദ് അലൈഹി സ്വലാം അദ്ദേഹത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ പറയാനുള്ള ഒരു കാര്യം, തഖവ്വല അലൈന എന്ന ആയത്ത് മനസ്സിലാക്കാതെ ചില തെറ്റിദ്ധാരണകൾ വരുത്താൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇന്നാൾ വാദിച്ചു എന്നിട്ട് ആൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഇന്നാൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ
ആ വ്യക്തി എന്താണ് വാദിച്ചത്, എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കാതെ ആ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ തഖവ്വല അലൈന എന്നുള്ള ഈ ആയത്ത് ഒന്ന് വിശദീകരിക്കാം. അതിൽ പറയുന്ന ഭാഗങ്ങൾ എന്താണെന്നുള്ളത്. അതിൽ പ്രധാനമായി 4 പോയിന്റ് അടങ്ങിയിട്ടുണ്ട്, 4 വ്യവസ്ഥകൾ. ഒന്നാമത്തെ എന്താണ്? തഖവ്വല എന്ന പദമാണ്. തഖവ്വല എന്ന അറബിയിൽ പറയുമ്പോൾ അതിൽ തക്കല്ലഫും തഅമ്മുദും ഉണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട്, തെറ്റുപറ്റിക്കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് സ്വയം നിശ്ചയിച്ച് തീരുമാനം ചെയ്യുന്ന ജോലി. അത്തഖവ്വലുൽ ഇഫ്തിആലു മിനത്തക്കല്ലുഫി, സ്വന്തം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ആ അർത്ഥം അതിൽ വേണം. അതുകൊണ്ട് ബുദ്ധിയില്ലാത്തവരോ മജ്നൂനോ ആയിട്ടുള്ള ആളുകൾ വല്ലതും പറയുകയാണെങ്കിൽ അത് അതിൽ പെടില്ല. കാരണം അറിഞ്ഞുകൊണ്ട് സ്വന്തം പ്രയോഗങ്ങളും പദങ്ങളും വാചകങ്ങളും ഉണ്ടാക്കി ഇത് അള്ളാഹ് എനിക്ക് പറഞ്ഞതാണ് എന്ന്, അള്ളാഹ് എനിക്ക് തന്ന ഇൽഹാമുകളും വഹികളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം. അതിനാണ് തഖവ്വല എന്ന് പറയുന്നത്. തഖവ്വല എന്ന് പറഞ്ഞ അലൈന എന്നാണ് അടുത്ത പദം. എൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ മേൽ, നമ്മുടെ മേൽ. അപ്പം അള്ളാഹുൽ വിശ്വാസമുള്ള ആളായിരിക്കണം, സ്വയം അള്ളാഹു എന്ന് പറയുന്ന ആളായിരിക്കരുത്. ദൈവമുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നു, ആ ദൈവമാണ് എനിക്ക് തന്നതെന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിലേക്ക് ചൂണ്ടി പറയുമ്പോൾ അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരാളും കൂടി ആയിരിക്കണം. ബഅദൽ അഖാവീൽ, മൂന്നാമത്തെ പോയിന്റ്. അതായത് ഇവർക്ക് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ പോരാ, ചില വാക്കുകൾ, വാചകങ്ങൾ തന്നെ വേണം. അള്ള പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരർത്ഥമില്ലാതെ അള്ളനോട് പറഞ്ഞത് മാത്രം പറഞ്ഞാൽ പോരാ. അള്ള എന്താണ് പറഞ്ഞത്, ആ വാചകം എന്താണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം എഴുതി പ്രചരിപ്പിക്കണം. അതാണ് ബഅദൽ അഖാവിൽ, ചില വാചകങ്ങൾ, അങ്ങനെയുള്ള വാചകങ്ങൾ വേണം. നാലാമത്തെ പോയിന്റ്, അത് വെച്ചിട്ട് ചില ആളുകളെ ആ വ്യക്തി വഴിതെറ്റിപ്പിക്കുന്നുണ്ടാവണം. കാരണം ഈ വ്യക്തിയുടെ കൂടെ കുറച്ച് ആളുകളും വേണം. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് പോയി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ മറച്ചു വെക്കുക, പറയാതെ ജീവിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആയത്തിൽ പറയുന്നു ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, ആ വ്യക്തിക്ക് വല്ലതും സംഭവിക്കും, ആ വ്യക്തിയെ സംരക്ഷിക്കാൻ എന്നുള്ള കൂടെ കുറേ ആളുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടല്ലോ ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസ്, ആർക്കും ആളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആളുടെ മുമ്പിൽ അറിയപ്പെട്ടിരിക്കണം ഇങ്ങനെ ഒരാൾ. അല്ലാതെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ട് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ മാത്രം പറഞ്ഞു എന്നതുകൊണ്ടാവില്ല. ആളുകളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും വേണം. അപ്പം ഈ വ്യവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെയുള്ള കള്ളവാദം പ്രചരിപ്പിച്ച് ഈ ആയത്തനുസരിച്ച് 23 കാലം ജീവിച്ചിട്ടില്ല റസൂൽ തിരുമേനിക്ക് ശേഷം. കള്ളവാദി ആയിക്കൊണ്ട് ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാൾ മാത്രം സത്യവാദി ആയിക്കൊണ്ട് ഹദരത്ത് അഹ്മദ് അലൈഹി സ്വലാം. അദ്ദേഹം തെളിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പല ഗ്രന്ഥങ്ങളിലും ഇക്കാര്യം എഴുതിയിട്ടുണ്ട്, ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ അർബഈൻ എന്നതിൽ 40 തെളിവുകൾ അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. അതിൽ അതായത് റുഹാനി ഖസായിൻ 17-ാം വോള്യത്തിൽ 401, 2, 3, 4 പേജുകളിൽ ഈ കാര്യം കാണാം. അതിൽ പേജ് 402 ഒരു ഭാഗം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അതിൽ അദ്ദേഹം ഒരു പ്രതിഫലം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ചലഞ്ച് ചെയ്ത വാക്കാണ്. അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കും തന്നെ ചരിത്രത്തിൽ നിന്ന് ഒരൊറ്റ പേര് പോലും ഈ വ്യവസ്ഥ അനുസരിച്ച് കള്ളവാദം പുറപ്പെടുവിച്ചിട്ട് 23 വർഷക്കാലം ജീവിച്ച ഒരാളെ പോലും കാണിക്കാൻ പറ്റില്ല. ഉണ്ടേ കാണിച്ചു തരിക, 15 ദിവസത്തെ അവധി കൊടുത്തു, നിങ്ങൾ എവിടെ നോക്കിയിട്ട് കൊണ്ടുവരിക, എന്നിട്ട് സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ 500 രൂപ അന്നത്തെ ഞാൻ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യനും വന്നിട്ടില്ല. ആ ഭാഗം ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ട് അർത്ഥം പറയാം. ഇവിടെ പേജ് 402 തുടക്കത്തിൽ വായിച്ച് നോക്കുക. ഇവിടെയാണ് അദ്ദേഹം ആ ചാലഞ്ച് കൊടുക്കുന്നത്. അത് പേജ് 401 അവസാനം പറയുന്നുണ്ട്. ഹാഫിസ് യൂസഫ് സാഹിബ് അതാണ് ഒരു വാദം പുറപ്പെടുവിച്ചത്. അങ്ങനെ ആളുകളെ ഞങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വാദിച്ചതാണ്, പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തോടും അതുപോലുള്ള മറ്റുള്ളവരോടുമാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, യാനി അഗർ യെ ബാത് സഹീ ഹൈ कि कोई शख्स नबी या रसूल और मामूर मिन अल्लाह होने का दावा करे. അഥവാ ഈ കാര്യം ശരിയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നബിയാണ്, റസൂലാണ്, അള്ളാഹുൽ നിന്നും അയക്കപ്പെട്ട ദൂതനാണ്, കൽപ്പിക്കപ്പെട്ട ദൂതനാണ് എന്നുള്ള വാദം പുറപ്പെടുവിക്കുകയും और खुले खुले तौर पर खुदा के नाम पर कलिमात लोगों को सुनाकर, തികച്ചും തുറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ വാക്കുകൾ അള്ളാഹുവിൻ്റെ വാക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയും ഫിർ ബാവജൂദ് മുഫ്തരി ഹോനയ്ക്ക്, എന്നിട്ട് ഈ കറ്റുകെട്ടി പറയുന്ന ആളായിരിക്കെ
बराबर 23 बरस तक 23 വർഷത്തോളം जो ज़माना वही आहर सल्लल्लाहु अलैहि वसल्लम है റസൂൽ തിരുമേനിയുടെ വഹി നുബുവത്തിൻ്റെ കാലഘട്ടമായ 23 വർഷം ജിന്ദ റഹ എന്ന് ജീവിക്കുകയും ചെയ്താൽ तो मैं ऐसी नज़ीर पेश करने वाले को അപ്പോൾ ഇങ്ങനെയുള്ള തെളിവ് ഉദാഹരണം കൊണ്ടുവരുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് बाद उसके जो मुझे मेरे सबूत के मुवाफिक या कुरान के सबूत के मुवाफिक सबूत दें ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാനത്തിലും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും തെളിവുകൾ സമർപ്പിക്കുകയാണെങ്കിൽ 500 രൂപ നഖദ് ദേ ദൂങ്ക 500 രൂപ നഖദിയായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓർ അഗർ ഐസെ ലോ കൈ ഹോ ഇങ്ങനെയുള്ള കുറേ പല ആളുകളുണ്ടെങ്കിൽ അവർക്കും അതനുസരിച്ച് കൊടുക്കുന്നതായിരിക്കുമെന്ന് വ്യക്തമായി അദ്ദേഹം കൊടുക്കുന്ന ചാലഞ്ചാണ്. പക്ഷെ ആരും അത് സ്വീകരിച്ചിട്ടില്ല. ഇനി ഇതോട് കൂടെ അടുത്ത ഭാഗം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേറൊരു പേജ്. ആ പേജിൽ അദ്ദേഹം പറയണം, അതിന് മുമ്പ് വായിച്ചു നോക്കണം. ഇവിടെ അദ്ദേഹം പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? അദ്ദേഹത്തിന് ഇൽഹാം കിട്ടാൻ തുടങ്ങിയ കാലം ബറാഹീൻ അഹമ്മദ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് 1880കളുടെ തുടക്കത്തിൽ. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അള്ളാഹുവിന് ലഭിച്ച ഇൽഹാമും വഹി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം 1876 അദ്ദേഹത്തിന് കിട്ടിയ അതൊരു പിതാവിൻ്റെ മരണസമയത്ത് ലഭിച്ച അലൈസ് അല്ലാഹു ബി കാഫിൻ അബ്ദുഹു എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒഴിവാക്കി ഇനി 1880 തുടക്കത്തിൽ ബറാഹീൻ അഹമ്മദുകളിൽ 1880 81 ലഭിച്ച വഹികളുണ്ട്. അതനുസരിച്ച് ഇന്ന് അദ്ദേഹത്തിന് ഈ പുസ്തകം എഴുതുമ്പോൾ 21 വർഷമായിട്ടുണ്ട്. അത് വീണ്ടും അദ്ദേഹം ഏകദേശം 8 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 21 വർഷത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഇത് തെളിവായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പോയിന്റാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ പലതവണയായി എന്നെ വധിക്കാനായി പല ആലോചനകളും നടത്തിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, പലരെയും അയച്ചിട്ടുണ്ട് എതിരാളികൾ. ഈ നിയമം, ഈ അള്ളാഹ് വെച്ച ഈ മാനദണ്ഡം അറിയുന്ന പണ്ഡിതന്മാരും അയച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന്. അതുമാത്രമല്ല, തുടക്കത്തിൽ ലഭിച്ച ഇൽഹാമുകൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഇൽഹാമാണ് 80 വയസ്സിനോട് ചുറ്റുവട്ടം മുമ്പോ പിമ്പോ ഒക്കെ ആയിട്ട് 75 അല്ലെങ്കിൽ 82 83 വയസ്സുള്ള കാലം വരെ അദ്ദേഹം ജീവിക്കുമെന്ന് അദ്ദേഹം പ്രവചനവും നടത്തിയിട്ടുണ്ട്. അതും പൂർത്തിയായിട്ടുണ്ട്. എന്നിട്ട് ഈ പേജിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വർഷം ജീവിക്കാൻ അന്നേ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ശത്രുക്കൾ പലരും ശ്രമിച്ചിട്ടുണ്ട്, പലരും അദ്ദേഹം മരിക്കുമെന്ന് പ്രവചനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയം അള്ളാഹ് പറഞ്ഞ സമയം കാലഗതി വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ചലഞ്ച് കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് ബറാഹീൻ അഹമ്മദ് എഴുതുന്ന മുതൽ 21 വർഷമാണ്. വീണ്ടും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പേജ് 400 ഇതേ ഗ്രന്ഥത്തിൽ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്ത് 2ാമത്തെ പേര് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അടയാളമിട്ട ഏകദേശം മധ്യഭാഗത്ത് വായിക്കുക. അദ്ദേഹം പറയുകയാണ്, തും യഖീനൻ സമജ് ലോ കി മേരെ സാത്ത് വോ ഹാത്ത് ഹൈ ജോ ആഖിർ വഖ്ത് തക് മുജ്സെ വഫാ കരേഗ. തീർച്ചയായും മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ കൂടെ ആ ഒരു കൈയുണ്ട്, അള്ളാഹുവിൻ്റെ കൈ, അവസാനം വരെ എന്നോട് തികച്ചും വഫ ചെയ്യും, വാഗ്ദാനം പൂർത്തിയാക്കുന്ന വിധത്തിൽ പെരുമാറുന്നതായിരിക്കും. ഇനി അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം. अगर तुम्हारे मर्द और तुम्हारी औरतें और तुम्हारे जवान और तुम्हारे बूढ़े और तुम्हारे छोटे और तुम्हारे बड़े, അഥവാ നിങ്ങളുടെ പുരുഷന്മാർ, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ യുവാക്കൾ, നിങ്ങളുടെ പ്രായം ചെന്നവർ, വൃദ്ധന്മാർ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ വലിയവരും ചെറിയവരുമായവർ, സബ് മിൽക്കർ, എല്ലാവരും ഒന്നിച്ച് മേരെ ഹലാക് കർനേക്ക് ദുആയും കരേ, എന്നെ നശിപ്പിക്കാനായി ദുആ ചെയ്തുകൊണ്ടിരുന്നാലും, യഹാ തക്ക് സജ്ദെ കർത്തെ കർത്തെ നാ ഗൽ ജായെങ്കെ, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ മൂക്ക് നാമാവശേഷമായി മാഞ്ഞു പോകുന്നതായിരിക്കും. ഓർ ഹാത്ത് ഷൽ ഹോ ജായേ, നിങ്ങളുടെ കൈകൾ വാദം പിടിച്ചിട്ട് തളർന്നു പോകും. തബ്ബി ഖുദാ ഹർഗിസ് തുമ്ഹാരി ദുആ നഹി സുനേഗ, എന്നിരുന്നാൽ പോലും അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അത് എന്നെ നശിപ്പിക്കാനായി നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഓർ നഹി റുക്കേഗ ജബ് തക് വോ അപ്നെ കാം കോ പൂരാ ന കരേ, എന്നെ സഹായിക്കുന്നതിൽ നിന്ന് ഒരിക്കലും അള്ളാഹു പിന്തിരികയില്ല, ഏതുവരെ ഞാൻ ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നില്ല അതുവരെ. और अगर इंसानों में से एक भी मेरे साथ ना हो तो खुदा के फरिश्ते मेरे साथ होंगे. മനുഷ്യന്മാരിൽ നിന്ന് ഒരാളും ഇനി എന്നെ സഹായിക്കാനില്ലെങ്കിലും
അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. और अगर तुम गवाही को छुपाओ तो करीब है कि पत्थर मेरे लिए गवाही दें. നിങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതും എനിക്ക് വേണ്ടി കാണിക്കപ്പെടുന്ന തെളിവുകളൊക്കെ നിങ്ങൾ നിരസിക്കുകയാണ്, അവയെ മായ്ച്ചു കളഞ്ഞാൽ പോലും കല്ലുകൾ വന്ന് സ്വയം സാക്ഷ്യം പറയും എനിക്ക് വേണ്ടി. और पास अपनी जानों पर जुल्म मत करो. നിങ്ങൾ നിങ്ങളുടെ മേൽ അക്രമം കാണിക്കാതിരിക്കുക. കാസിബോं के और मुंह होते हैं. കള്ളവാദികളുടെ മുഖം മറ്റൊന്നായിരിക്കും. और सादिकों के സത്യവാദികളുടെ വേറൊന്നും. खुदा किसी अमर को बगैर फैसला के नहीं छोड़ता. അള്ളാഹുവിൻ്റെ കൽപ്പന നിയമങ്ങളെ ഒരിക്കലും തന്നെ തീരുമാനം കൽപ്പിക്കാതെ വിട്ടുകളയുകയില്ല, ഒഴിവാക്കി കളയുകയില്ല. मैं उस जिंदगी पर लानत भेजता हूँ जो झूठ और इफ्तिरा के साथ हो. കളവും കറ്റുകെട്ടും നിറഞ്ഞ ജീവിതത്തെ എന്നേക്കുമായി ഞാൻ ലാനത്ത്, അങ്ങനെയുള്ള ജീവിതത്തെ ശപിക്കുന്നു, ഞാൻ ശപിച്ചു കളയുന്നു. और नीज इस हालत पर भी कि मखलूक से डर कर खालिक के अमर से किनारा कशी की जाए. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള ഭയം കാരണത്താൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ജീവിക്കുന്ന ജീവിതത്തെയും ഞാൻ ശപിച്ചു കളയുന്നു. वो खिदमत जो आइन वक्त पर खुदावंद कदीर ने मेरे सुपर्द की है, उसी के लिए मुझे पैदा किया. हरगिज़ मुमकिन नहीं कि मैं उसमें സുസ്തി കറും. ഏതൊരു ദൗത്യമാണോ അള്ളാഹു എന്നിൽ വെച്ചിരിക്കുന്നത്, അള്ളാഹു ശക്തവാനായ അള്ളാഹു എന്നിൽ ഇട്ടിരിക്കുന്നത്, അത് പൂർത്തിയാക്കുന്നത് വരെ ഒരിക്കലും തന്നെ ഒരു തരത്തിലുള്ള അലസത പ്രകടിപ്പിക്കാനോ പ്രവചിക്കാൻ ഞാൻ തയ്യാറല്ല. അഗർച്ച ആഫ്താബ് एक तरफ से और ज़मीन एक तरफ से बाहम मिलकर मुझे कुछ चलना चाहे. ഇനി വേണമെങ്കിൽ സൂര്യൻ ഒരു ഭാഗത്തുനിന്നും ചന്ദ്രൻ ഒരു ഭാഗത്തുനിന്നും കൂടിച്ചേർന്ന് എന്നെ തകർക്കാനായി, എന്നെ ഞെരിച്ചു കളയാനായി ശ്രമിച്ചാലും പോലും ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരികയില്ല. ഇൻസാൻ ക്യാ ഹെ മഹസ് എക് കീട. മനുഷ്യന് വെറും ഒരു പുഴു മാത്രമാണ്. ഓർ ബഷർ ക്യാ ഹെ മഹസ് എക് മുദ്ഗ. यानी बशर मनुष्य എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു രക്തപിണ്ഡം മാത്രമാണ്. बस क्यों कर मैं हय्यो क़य्यूम के हुक्म को एक कीड़े और या एक मुज़गा के लिए टाल दूं. ഹയ്യു ഖയ്യൂമായ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഞാൻ എങ്ങനെയാണ് വെറും ഒരു രക്തപിണ്ഡവോ അല്ലെങ്കിൽ ഒരു പുഴുവായ ഒരു മനുഷ്യന് വേണ്ടി ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ നിരസിക്കുക? എത്ര ധൈര്യത്തിൽ, എത്ര യഖീനോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ അതിനുശേഷം എത്ര ശത്രുക്കൾ അദ്ദേഹത്തെ എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചു. 8 വർഷം വീണ്ടും, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ഒരു ജീവിതമാണ് അദ്ദേഹം തെളിവായിട്ട് ഇവിടെ സമർപ്പിക്കുന്നത്.